വറുതിയുടെ കള്ളക്കർക്കിടകം അവസാനിച്ചു. ഇനി പൂവേ പുലിപ്പൂവേ വിളികളുമായി പൊന്നിൻ ചിങ്ങനാളുകൾ. ചിങ്ങം ഒന്നെന്ന് കേൾക്കുമ്പോൾ കർഷക ദിനം എന്നത് തന്നെയാകും ഓരോ മലയാളികളുടെയും മനസ്സിലേക്ക് ആദ്യം എത്തുന്നത്. പിന്നാലെ എത്തുന്നതാകട്ടെ ഓണവും. അതെ, ചിങ്ങമാസം പൊന്നോണ മാസമാണ്. ചിങ്ങത്തിലെ തിരുവോണ നാളാണ് മലയാളികളുടെ സ്വന്തം ഓണം എത്തുന്നത്. മഹാബലിയുടെ ഓർമ്മകളും വിളവെടുപ്പ് ആഘോഷങ്ങൾക്കുമായി ചിങ്ങം പിറന്നു കഴിഞ്ഞു. ഇനി കൊല്ലവർഷം 1200 ആണ്ടാണ്. കേരളത്തിന്റെ ശ്രേഷ്ഠമായ കാർഷിക പാരമ്പര്യം ആഘോഷിക്കാനും കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കായി പുതിയ ആശയങ്ങൾ പങ്കുവെക്കാനും നടപ്പിലാക്കാനുള്ള അവസരം കൂടിയാണ് ഈ ദിവസം. ചിങ്ങം എന്നത് പലപ്പോഴും ഓണത്തിന്റെ പര്യായം കൂടിയായി മാറുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് തെറ്റാകില്ല. ഓണത്തിന്റെ ഗൃഹാതുരതയും ഓർമ്മകളും തന്നെയാണ് ചിങ്ങമാസം മലയാളികൾക്ക് സമ്മാനിക്കുന്നത്. പൂവേ പുലി പൂവേ പാട്ടുകളുമായി കുട്ടികൾ കൂട്ടത്തോടെ പൂപ്പറിക്കാൻ പോകുന്നതും മുറ്റത്ത് പൂക്കളമിട്ട് കുടുംബം ഒത്തുചേർന്ന ഓണസദ്യയെല്ലാം ഓരോ മലയാളികൾക്കും സമ്മാനിക്കുന്നത് സമാനതകളില്ലാത്ത ഓർമ്മകളാണ്. അതേസമയം ചിങ്ങം ഒന്നാണോ മേടം ഒന്നാണോ മലയാളികളുടെ പുതുവർഷം എന്ന ആശയക്കുഴപ്പം പലർക്കുമുണ്ട്. AD 875 കൊല്ലവർഷത്തിന്റെ തുടക്കമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേണാട്ടിലെ രാജാവായിരുന്ന രാജശേഖരവർമ്മയാണ് ഈ കലണ്ടർ തുടങ്ങിയതെന്നാണ് വിശ്വസിക്കുന്നത്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്നിങ്ങനെ 28 മുതൽ 32 ദിവസങ്ങൾ വരെ ഉണ്ടാകുന്ന 12 മാസങ്ങളെയാണ് കൊല്ലവർഷത്തെ തിരിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഓരോ സൗരരാശികളുടെ പേരാണ്. കൊല്ലവർഷം 1199 വിട പറയുമ്പോൾ കേരളം സമാനതകളില്ലാത്തൊരു ദുരന്ത മുഖത്താണ് നിൽക്കുന്നത്. പ്രകൃതി ദുരന്തത്തിൽ 100 കണക്കിന് ജീവനുകൾ നഷ്ടപ്പെട്ട വേദനാജനകമായ നിമിഷത്തിലൂടെ കടന്നു പോകവെയാണ് പുത്തൻ പ്രതീക്ഷകളുമായി കൊല്ലവർഷം 1200 പിറന്നത്. ഇത്തവണ ചിങ്ങം 30, അതായത് 2024 സെപ്റ്റംബർ 15 ഓണം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.